വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. ഇന്ന് 11/9/2025 തേഴ്സ്ഡേ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഗോൾഡ് എങ്ങനെ ട്രേഡ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് മോർണിംഗ് ടൈമിൻ്റെ മാർക്കറ്റ്, അതായത് മാർക്കറ്റ് നോക്കിയിട്ട് മൂവ്മെൻറ്റ്സ് നോക്കിയിട്ടുള്ള അനാലിസിസിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. ഇത് 100% മാർക്കറ്റിങ്ങിന് തന്നെ ആയിരിക്കുമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമുക്കൊരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഉപയോഗിക്കേണ്ടത്. ഇത് നോക്കി ട്രേഡ് ചെയ്ത് എന്തെങ്കിലും ലോസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ സ്വന്തം റിസ്കിലും കാര്യങ്ങളിലും മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും നാളൊരു ബൈയിലേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു ഈവനിങ് തൊട്ട് നമുക്കൊരു സെൽ ഡയറക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ വളരെ സ്ലോലി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകളും കാര്യങ്ങളുമാണ് നിലവിലുള്ളത്. ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിന് ശേഷം ഏകദേശം ഒരു 7-8 പോയിന്റ്സ് മാത്രമാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻ്റ് ഉള്ളത്. വളരെ സ്ലോലിയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നിലവിൽ സെൽ ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡും സെല്ലായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് ലോങ് വെയിറ്റ് ചെയ്യുന്ന, അതായത് ഇൻട്രാഡേ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് കൂടുതൽ പ്രോഫിറ്റിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സെൽ ഓപ്പർച്യൂണിറ്റികളായിരിക്കും കൂടുതൽ നല്ലത്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ബൈ എൻട്രികളും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ഡൗണിലേക്കൊക്കെ വന്നു കഴിയുന്ന സമയത്ത് അവരവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ബൈ എൻട്രികൾ പ്ലേസ് ചെയ്താലും നമുക്ക് കൂടുതൽ സ്കാൽപ്പ് ചെയ്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് നേടാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കൂടുതലും ഒരു സ്കാൽപ്പിംഗ് ട്രേഡിനാണ് യൂസ്ഫുൾ ആകുക. കാരണം ഒരുപാട് മൂവ്മെൻറ്റ്സ് ഡേ ടൈമിൽ പൊതുവേ ഉണ്ടാവാറില്ല. പിന്നെ ഉള്ളത് തന്നെയാണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന തരത്തിലുള്ള മൂവ്മെൻറ്റുകളും ഉണ്ട്. സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലോ മൂവ്മെൻറ്റ്സ് ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എൻട്രികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെർഫെക്റ്റ് എൻട്രിക്കായിട്ട് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കറക്റ്റ് എൻട്രിയും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ സെല്ലിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സെല്ലെടുക്കുന്ന സമയത്ത് SL മസ്റ്റായിട്ടും വെച്ചിരിക്കണം. സെല്ലായാലും ബൈ ആയാലും SL വെച്ചിട്ടുണ്ടായിരിക്കണം. കറക്റ്റ് നോക്കിയിട്ട് അവരവരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതലും സെൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഒരു മോർണിംഗ് ടു, അതായത് ഇന്നത്തെ ഒരു ഡേ ടൈമിൽ നമുക്ക് ഒരു ട്രേഡിങ്ങിനുള്ള കൂടുതൽ സാധ്യതകൾ ഉണ്ടായിരിക്കുക. ഈവനിങ് ടൈം എപ്പോഴും ന്യൂസ് ടൈം അതൊക്കെ നമുക്ക് ട്രെൻഡ് മാറാനും ഹൈ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. ഡേ ടൈമിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഗോൾഡിൻ്റെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മന്ത്ലി $15 സബ്സ്ക്രിപ്ഷൻ ചാർജ്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഗോൾഡിൻ്റെ ട്രെയിനിങ് സെഷൻസും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നത്. അതിൽ ജോയിൻ ചെയ്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്